നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. നമുക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമുക്കറിയാം, എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ സംഭവം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 4-5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഫോക്കസ് പോകുന്നു, മോട്ടിവേഷൻ പോകുന്നു. അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇവിടെ പ്രൊഡക്ടിവിറ്റി ഗ്രാഫ് നോക്കാം നമുക്ക്. ഇവിടെയാണ് ദിവസം, ഓരോ ദിവസം കൂടുമ്പോൾ ഇവിടെയാണ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, നമ്മൾ ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഇപ്പൊ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ പഠിക്കാനുള്ള പ്ലാൻ ഇട്ടു, എത്ര മണിക്കൂർ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള പ്ലാൻ ഇട്ടു. ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യണം. ഒരു 2 ദിവസം വരെ നല്ല ഹൈ ലെവലിൽ എന്താണ് മോട്ടിവേഷൻ ആയിരിക്കും, നല്ല രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഒരു പകുതി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ ഡൗൺ ആവും. ഇതേപോലെ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും, നേരിട്ട് ഡൗൺ ആവും. എല്ലാവർക്കും ഉണ്ടാകാൻ പോകണം. ഒരു പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഡൗൺ ആവണത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ദിവസവും ഒരേപോലെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ആ ഈവനിങ് സമയത്തേക്ക് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുക. ഹൈ ആയിരിക്കും, നല്ല എഫിഷ്യന്റ് ആയിരിക്കും. ഇവിടെ നല്ല എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റും. നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യും. എത്ര ദിവസം വരെ? 3 ദിവസം വരെ. അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്താവും? ബേൺ ഔട്ട് ആവും. നമ്മൾ ജിമ്മിൽ പോവുകയാണെന്ന് വിചാരിക്കുക, എല്ലാ ദിവസവും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ഒരേപോലെ. നമ്മുടെ മസിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിലിന് റെസ്റ്റ് വേണം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് വേണം. റെസ്റ്റ് എന്നിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് റിക്കവർ ആയിട്ടാണ് നമുക്ക് വീണ്ടും പഠിക്കാൻ പറ്റുള്ളൂ. ജിമ്മിൽ എന്താണ് നടക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യേണ്ടത് പൊതുവേ ഉണ്ടാവുന്ന സംഭവം എന്ന് പറയുകയാണെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീമോട്ടിവേറ്റ് ആയിട്ട് ഇങ്ങനെ താഴ്ത്തിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് 3 ദിവസം ആവും, 4 ദിവസം ആവാം, 5 ദിവസം വരെ ആവാറുണ്ട്. ഞാൻ പറയുകയാണെന്നുവെച്ചെങ്കിൽ 4-5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ 3 ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫേർട്ട് പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഈ 3 ദിവസം നന്നായി പഠിച്ചു, നമ്മൾ പ്രോപ്പറായിട്ട് 3 ദിവസം നമ്മൾ പഠിച്ചു. ഫോക്കസ് പോണ ദിവസം എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അന്ന് ഫുള്ള് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. പ്രോപ്പറായിട്ട് ഇതാണ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ മോട്ടിവേഷൻ പോയി. ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക ഒരു ദിവസം, ഒറ്റ ദിവസം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. എന്നാണോ നമുക്ക് ഡീമോട്ടിവേറ്റ് ആവണത് അന്ന് നമ്മൾ ബുക്ക് തൊടുകയില്ല. പഠിക്കുകയാണെങ്കിൽ പഠിക്കേണ്ട കേസാണെങ്കിൽ ബുക്ക് തൊടില്ല. വർക്കൗട്ട് ചെയ്യേണ്ട കേസാണെങ്കിൽ അന്ന് ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കും, ഫുൾ റെസ്റ്റ്. അന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നാളെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. ആ കാര്യമാണ് ചിന്തിക്കേണ്ടത്. നാളെ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് ആ സംഭവം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ട് വേണം അന്ന് ഫുൾ റെസ്റ്റ് എടുക്കാൻ. എന്നിട്ട് വീണ്ടും ഒരു 3 ദിവസം പഠിക്കുക, നമുക്ക് വീണ്ടും പ്രൊഡക്ടിവിറ്റി കിട്ടി. ഇതായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം. ഇതിപ്പോ ചിലവർക്ക് 3 ദിവസം ആവാം, ചിലവർക്ക് അത് 4 ദിവസം ആവാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം വരെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റും. ചിലവർക്ക് അത് 4 ദിവസം വരെ ഇരിക്കാം. നമ്മൾ എന്തോരം ദിവസം എടുക്കുന്നു? 3 ദിവസം പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിന് വേണ്ടത് 3 ദിവസം അതേ റെസ്റ്റ് തന്നെ നമ്മൾ ഇരിക്കരുത്. ഒരു ദിവസം, എത്ര ദിവസം പഠിച്ചാലും ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഡീമോട്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ട് ചെയ്യാൻ. ഓക്കെ, ഇത് ചിലർക്ക് 2 ദിവസം ആവാം. 2 ദിവസം നന്നായി പഠിക്കാൻ പറ്റും, 3-ാമത്തെ ദിവസം നമ്മൾ ഡീമോട്ടിവേറ്റ് ആവും. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും ഒരു റെസ്റ്റ് എടുക്കുക. ഒന്നും നോക്കാനില്ല, എന്നാലും ഡീമോട്ടിവേറ്റ് ആവണം, അന്ന് ഫുൾ റെസ്റ്റ് എടുക്കുക. പിറ്റേ ദിവസം ചിന്തിക്കേണ്ടത് നമ്മൾ കാലത്ത് എഴുന്നേറ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ അനുസരിച്ച് പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും. അത്ര ചിന്തിക്കാനുള്ളൂ. ഇത് സ്റ്റാർട്ടിങ്ങിലുള്ള ഗ്രാഫാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഒരു 10 ദിവസം 30 ദിവസമൊക്കെ നമ്മൾ ഇതേപോലെ പോയി എന്ന് വിചാരിക്കുക. ഇതേപോലെ പോയി എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഒരു 3 ദിവസം നമ്മൾ പഠിച്ചു, ഒരു ദിവസം റെസ്റ്റ് എടുത്തു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെച്ചെങ്കിൽ നമ്മുടെ ഗ്രാഫിൽ ചേഞ്ച് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം ഉള്ളത് നമ്മുടെ എഫിഷ്യൻസി കൂടും, 4 ദിവസം ആവും. 3 ദിവസം എന്താവും? 4 ദിവസം, 5 ദിവസം ആവും. ഓരോ ദിവസം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമും കുറയും. ഓക്കെ, ഇത് നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ 3 ദിവസം ഉള്ളത് 4 ദിവസം ആക്കണം, 5 ദിവസം ആക്കണം, 6 ദിവസം, മാക്സിമം 6 ദിവസം വരെ. 6 ദിവസം വരെ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നു, ഒരു ദിവസം റെസ്റ്റ് എടുക്കുന്നു. ആ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാലാണ്
നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. എന്തില്? പഠിത്താണെങ്കിലും എന്താണെങ്കിലും, ഫിസിക്സ് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും സ്കില്ലാണെങ്കിലും ഗെയിംസ് ആണെങ്കിലും എന്താണെങ്കിലും. എന്നാണ് ഡീമോട്ടിവേറ്റ് ആവുന്നത്? അന്ന് നമ്മൾ റെസ്റ്റ് എടുക്കുക, പിറ്റേ ദിവസം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന മാത്രം ചിന്തിക്കുക. ഇതിങ്ങനെ പോയി 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 എന്താവും? എല്ലാ ദിവസം ഒരേപോലെ വർക്കൗട്ട് ചെയ്യണം പറ്റുന്ന ദിവസവും, എല്ലാ ദിവസവും ഒരേപോലെ. അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആവും. നമ്മൾ കാലത്ത് എഴുന്നേറ്റ് പല്ല് കഴിക്കണത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. പല്ല് കഴിക്കണ ആദ്യത്തെ 2 ദിവസം നമുക്ക് പല്ല് കഴിക്കണോ പല്ല് കഴിക്കണ്ടേ എന്നുള്ള മൈൻഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ശീലായി, പിന്നെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതൊരു എന്താ പറയാ, ഒരു ഭാരപ്പെട്ട പണിയായിട്ട് നമ്മൾ ചിന്തിക്കില്ല, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഈ സംഭവം, ഈ റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കളഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റെസ്റ്റ് ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചാൽ അത് ഹാബിറ്റ് ആയിട്ട് കൂട്ടുള്ളൂ. ഫോൺ നോക്കണ ഒരു ഹാബിറ്റായി. നമുക്ക് ഒരു ദിവസം പോലും ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്ക്, ഫോൺ നോക്കുന്നത് ഒരു ഹാബിറ്റായി. കാരണം നമുക്ക് ഒരു ദിവസം പോലും ഫോൺ നോക്കാതിരിക്കാൻ പറ്റത്തായി. ഡെയിലി കാലത്ത് എന്നിട്ട് പല്ല് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ആള് ഒരു ദിവസം പോലും പല്ല് കഴിക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റി തോന്നില്ല. പല്ല് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാതിരിക്കും. അപ്പോൾ ഹാബിറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഈ റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കളയണം. റെസ്റ്റ് കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിന് റെസിസ്റ്റ് ചെയ്യും. നമ്മൾ ഒരു പുതിയൊരു കാര്യത്തിന് വേണ്ടി ഓവറായിട്ട് എനർജി കൊടുക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ബോഡിയും ബ്രെയിനും എല്ലാം റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഹാബിറ്റ് ആക്കണം വെച്ചെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊരു ലൈഫിൽ എക്സാം ആണെന്ന് വെച്ചെങ്കിൽ ഹാബിറ്റ് ആക്കണം. എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ഹാബിറ്റ് ആയിട്ട് കൊണ്ടുനടക്കണം. നമ്മൾ ഇതല്ലാതെ ഈ 4 ദിവസം 3 ദിവസം അല്ലാതെ ഒരു 10 ദിവസം കണ്ടിന്യൂസ് പഠിച്ചു വിചാരിക്കുക. 10 ദിവസം കണ്ടിന്യൂസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡിമോട്ടിവേറ്റ് ആവും. എന്ന് പറഞ്ഞെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞ സാധനം പോകും. ഫോക്കസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക? ഈ 10 ദിവസം എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ 10 ദിവസം കണ്ടിന്യൂസ് പഠിക്കുകയാണ്. 10 ദിവസം കണ്ടിന്യൂസ് പഠിച്ചു വെച്ചാൽ നമ്മൾ 10 ദിവസം കണ്ടിന്യൂസ് പഠിച്ചു. 10ാമത്തെ ദിവസം ഡൗൺ ആയി, നമ്മള് മോട്ടിവേഷനൊക്കെ പോയി. പിന്നെ നമ്മൾ കുറെ നാള് പഠിച്ചതിന്റെ ബേൺ ഔട്ട് നമുക്ക് ഉണ്ടാവും. നല്ല രീതിയിൽ ഡിമോട്ടിവേറ്റ് ആവും. ഈ സാധനം റിവേഴ്സ് അടിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് പോകും. നല്ല ഡിമോട്ടിവേറ്റ് നമ്മൾ എന്താ ചെയ്യുക? പഠിക്കണതായിരിക്കും. 10 ദിവസം കണ്ടിന്യൂസ് പഠിച്ചു. പിന്നെ അടുത്ത 10 ദിവസം നമുക്ക് ബുക്ക് കാണുമ്പോൾ തന്നെ കലിപ്പാവും. ബുക്ക് തൊടുകയില്ല നമ്മള്. അല്ലെങ്കിൽ നമ്മള് വർക്കൗട്ട് ചെയ്യാണെന്ന് വർക്കൗട്ട് നോക്കുകയില്ല. നമുക്ക് ഇതായി സാധനം ഫുൾ ഡൗൺ ആവും. ഡൗൺ ആയിട്ട് വീണ്ടും 10 ദിവസം എടുക്കും. അത് നമ്മൾ ലോങ് ടൈം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വീണ്ടും മോട്ടിവേറ്റ് ആയിട്ട് വരണ വെച്ചെങ്കിൽ വീണ്ടും 10 ദിവസം എടുക്കുന്ന പറഞ്ഞത്. അപ്പൊ ഈ 10 ദിവസം എടുത്ത എഫേർട്ട് ഈ 10 ദിവസം അവിടെ പോകും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈം വെച്ചിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ തീരുമാനിക്കുക. എന്ന് പറഞ്ഞെങ്കിൽ 2 ദിവസം ആണ് വെച്ചെങ്കിൽ 2 ദിവസം, 4 ദിവസം ആണ് വെച്ചെങ്കിൽ എന്താ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴാണ് നമ്മൾ ഡിമോട്ടിവേറ്റ് ആവണത് അപ്പൊ തന്നെ റെസ്റ്റ് എടുക്കുക, പിറ്റേ ദിവസം റീസ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ദിവസവും ഒരേപോലെ റിസൾട്ട് കിട്ടും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ചില ദിവസം കൂടിക്കൊണ്ടിരിക്കും, ചില ദിവസം കുറയും. അതൊക്കെ നാച്ചുറലാണ്. ഹാബിറ്റ് ആവണം വെച്ചെങ്കിൽ ഡെയിലി ചെയ്യണം. അത് കുറെ നാൾ ചെയ്താൽ മാത്രമാണ് ഹാബിറ്റ് ആവുള്ളൂ. അപ്പോ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ സംഭവം നമുക്ക് മാറ്റിയെടുക്കണം. ഈ ഡിമോട്ടിവേഷൻ, ഫോക്കസ് സംഭവങ്ങളൊക്കെ മാറണം വെച്ചെങ്കിൽ ഈ കാര്യം ചെയ്താൽ മതി. ഓക്കെ.